ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. സ്കന്ദപുരാണം പറയണു, സ്ത്രീകൾ നാമം ചെല്ലാൻ പാടില്ല, തപസ് ചെയ്യാൻ പാടില്ല, ഈശ്വരീയമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇനി വിധവകളാണെങ്കിൽ പുണ്യപ്രവർത്തികൾ, മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ ഇതിലൊന്നും പങ്കുചേരാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ലിസ്റ്റുകള് ചില പുരുഷന്മാരെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ കാലത്തും സ്ത്രീകളെ എങ്ങനെയെങ്കിലും ഒക്കെ ഈ ഈശ്വരീയമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്താൻ മനഃപൂർവ്വം ചിന്തിക്കുന്ന പല പുരുഷന്മാരുമുണ്ട്. ഇതിലൂടെ സത്യത്തിൽ ഒരു സമൂഹത്തെ തന്നെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സ്ത്രീയില് ജ്ഞാനവും സ്ത്രീയില് നല്ല ഗുണങ്ങളും ഈശ്വര ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ത്രീയുടെ കുടുംബത്തില് നല്ല കുട്ടികൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുന്ന സമൂഹത്തിന് മാത്രമേ നന്മ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്ത്രീകളെ അടിച്ചമർത്തിയത് കൊണ്ട് ഒരു കുലവും രക്ഷപ്പെട്ട ചരിത്രമില്ല. ആദിപരാശക്തിയായ ശ്രീ ജഗദാംബിക തന്നെയാണ് ഇതിനെല്ലാം ഉത്തരം. നവരാത്രിയുടെ 2ാം ദിവസമായ ഇന്ന് ബ്രഹ്മചാരിണി രൂപത്തിൽ ആ ദേവിയെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ദേവി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? തപസ്, തന്റെ പൂർവജന്മത്തിന്റെ ദൗർഭാഗ്യത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ആ വിയോഗം, തന്റെ പ്രാണനുമായി ചേരാൻ സാധിക്കാത്ത ആ വിയോഗത്തിലൂടെ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആ ദൂരത്തെ അല്ലെങ്കിൽ ആ തടസ്സത്തെ, തന്റെ ദൗർഭാഗ്യത്തെ നീക്കാൻ ഈശ്വരീയമായിട്ടുള്ള തപസ്സും നാമജപവും ആ വ്രതവും ഒക്കെയാണ് ഭഗവതി അനുഷ്ഠിച്ചത്. അതിലൂടെയാണ് തന്റെ ദൗർഭാഗ്യത്തെ നീക്കി വീണ്ടും ആ പരമപുരുഷനുമായി ഭഗവതി സംയോജിക്കുന്നത്. സ്ത്രീയായി ജനിച്ചത് കൊണ്ടോ ദൗർഭാഗ്യമുള്ളത് കൊണ്ടോ ഒരു സ്ത്രീയെയും എവിടെ നിന്നും മാറ്റി നിർത്തേണ്ടുന്ന ആവശ്യമില്ല. അവരുടെ ഉള്ളിലും ആദിപരാശക്തിയായ ആ ഭഗവതിയുടെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. ആ ദേവി ഉപാസനയിലേക്ക് തിരിയുന്നതിലൂടെ അവരുടെ ദൗർഭാഗ്യങ്ങളെ അവർക്ക് സൗഭാഗ്യങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആരെയും എവിടെയും മാറ്റി നിർത്തേണ്ടുന്ന ആവശ്യമില്ല. മാറ്റി നിർത്തേണ്ടുന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ആ ദുഷിച്ച ചിന്തകളെയാണ്. ആദിപരാശക്തിയായ ഭഗവതിയെ ഉപാസിക്കൂ, ഭഗവതിയുടെ നാമം ജപിക്കൂ, ആ ഭഗവതിയെ പൂജിക്കൂ. സർവൈശ്വര്യങ്ങളും നൽകി ആ മഹാമായ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.